ربما يود الذين كفروا لو كانوا مسلمين ربما يود الذين كفروا لو كانوا مسلمين അവിശ്വാസികൾ നാളെ ചിന്തിച്ചു പോകും ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന്. ربما يود الذين كفروا لو كانوا مسلمين ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന് അവിശ്വാസികൾ അമുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അല്ലാഹു ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى അല്ലാഹുവേ فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى ആർക്കാണ് സ്വർഗ്ഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക് നിനക്ക് വേണ്ടി തരുന്നവർക്ക്. ഒരു സ്വഹാബി വന്നു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഇസ്ലാമിൽ അള്ളാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും. അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ. ഒന്നൊഴികെ, ഒരു കാര്യം ഒഴികെ അതെനിക്ക് ശരിക്കും പറ്റുന്നില്ല നബിയേ. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം, ഞാനത് ചെയ്തോട്ടെ. എന്താ ചോദിക്കുന്നറിയോ? ഇല്ല സിനായ റസൂലല്ലാഹ്, വ്യഭിചാരമല്ലാതെ മറ്റൊക്കെ എനിക്ക് പ്രശ്നമല്ല നബിയേ. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് നബിയേ. ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഇതിനെന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരുമോ? അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് ആർക്കില്ലല്ലോ, ആർക്കുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തേക്ക് വിളിച്ചു, ചെറുപ്പക്കാരനെ അരികത്തേക്ക് വിളിച്ചു. ഇത് പറയാൻ ധൈര്യം കാണിച്ചു എന്നതാണ് നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം. നമ്മളൊക്കെ പള്ളി ചെന്നിട്ട് ഉസ്താദിനോട് ഇത് പറയോ, എന്നാ ഉസ്താദെ ഇന്നത്തെ ഖുതുബയിലെ എനിക്ക് വേണ്ടി എക്സ്ക്യൂസിന്റെ വിഷയം പറയണം കേട്ടോ, എന്നെ കൊണ്ട് ഇതാവില്ല. എന്തായിരിക്കും ആൾക്കാർ, മനുഷ്യന്മാര് വെറുതെ വിടുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറയുമ്പോ ആ സ്വഹാബിക്കറിയാം നബി തങ്ങൾ എന്നെ ഉപദ്രവിക്കൂല, നബി തങ്ങൾ എനിക്കതിന് പരിഹാരം കാണിച്ചു തരുന്നു. അടുത്തേക്ക് വിളിച്ചു, തങ്ങൾ ചോദിച്ചു, അമാ തർദാഹാ ലി ഉമ്മിക, നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏയ് ഇല്ല നബിയെ, ഞാൻ വിടൂല അവനെ. നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ടുവെക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ, അതെനിക്ക് ഇഷ്ടമല്ല. മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ, അതുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ. എങ്കിൽ സഹോദരാ, നിങ്ങൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ, മറ്റേതെങ്കിലും കുടുംബത്തിൽ ഒരു മകളല്ലേ, മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ്, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ദംബഹ്, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹു, അല്ലാഹുമ്മ ഗഫിർ ദംബഹു. ദുആ ചെയ്തു കൊടുക്കുന്നു കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇവിടുന്നാണ് പ്രശ്നം വരുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത്. അല്ലാഹുവേ, ആടെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്ക്, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കല്ലാ. അല്ലാഹുമ്മ ത്വഹിർ ഖൽബ, അല്ലാഹുമ്മ ഗഫിർ ദംബ. തെറ്റുകൾ പുറത്തു കൊടുക്ക്, ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നൊരു വിഷയം ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എന്റെ മനസ്സിലില്ല നബിയേ. ഞാനിത് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നബിയേ. ഞാൻ എന്റെ കണ്ണിനഴിച്ചുവിടില്ല നബിയേ. ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ. ഞാൻ വ്യഭിചരിക്കില്ല നബിയേ. അല്ലാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേ. ഫഅമ്മാമൻ നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകണം, നാളെ നരകത്തിലേക്കല്ല. അള്ളാഹുവിന്റെ കരുണ ലഭിക്കണം, അവന്റെ ശിക്ഷയല്ല. അള്ളാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ കോപമല്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നിട്ട് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സത്യവിശ്വാസികളെ, സലാം, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സ്വർഗത്തിൽ ഇനി പേടിക്കണ്ട. ബിമാ സബർതും, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ചു പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ, ഇവിടെ നിങ്ങൾക്കിനി ഹറാമുകളില്ല. സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ്. വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കാനും അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകذب بالحسنى فسنيسره للعسرى. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ തന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി. അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്. ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി, ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ സ്വന്തം ഭാര്യയോട് പറഞ്ഞു പോയി, ഉമ്മു ഹബീബ, نظرت في الأديان فما رأيت دينا خيرا من النصرانية. എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തെക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ. കള്ളുകുടിക്കാൻ തോന്നിയിട്ട് പറഞ്ഞതാ. കള്ളുകുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളുകുടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളുകുടിച്ച് കിടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ. ആഭാസങ്ങളൊക്കെ എഴുതിയത് കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളുകുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ്. പെണ്ണാണ് അവിടെ പറഞ്ഞത്, റംല ബീവിയാണ് പറഞ്ഞത്. മആദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കിൻ ഭർത്താവേ.
കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ള് ഷാപ്പ് കാണുമ്പോഴേക്കും അള്ളാഹുവിനെ മറക്കുകയാണോ? മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അള്ളാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ? പരലോകം മറക്കുകയാണോ? നമുക്കത് പാടില്ലല്ലോ എന്ന് മഹദി റംല ബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റംല ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായതിൽ സങ്കടപ്പെട്ട് ഉടനെ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന മതം മാറിയാൽ ഉടനെ തന്നെ ത്വലാഖ് സംഭവിക്കും. ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ത്വലാഖ് സംഭവിക്കും. ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമാണെങ്കിൽ അവിടെ വിവാഹ മോചനം നടക്കും. അവിടെ പിന്നെ ത്വലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. അവരൊറ്റക്കായി എവിടെയാണ്? എത്യോപ്യയിൽ, മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക. എന്തിന്? കള്ളു കുടിക്കാൻ. പറയട്ടെ, നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടു കഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ? നാട് വിട്ടു കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ പടച്ചവനെ, എന്റെ നാട്ടിൽ എനിക്ക് ഇതൊന്നും കിട്ടിയില്ല, ഞാനത് എടുക്കട്ടെ. കള്ളുഷാപ്പിലേക്ക്, ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചെല്ലുന്നവർ, വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ. റംല ബീവിയുടെ മാതൃക കാണണം. സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, പക്ഷേ കേട്ടില്ല. റംല ബീവി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല. ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ്. നിക്കാഹിന്റെ വിവരം നജാഷി രാജാവാണ് പറയുന്നത്. അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു. പിന്നെ മദീനയിലേക്ക് 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും النبي أولى بالمؤمنين من أزواجهم وأزواجه أمهاتهم. നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ? റംല ബീവി ഇപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ആ ഒരു ഭാഗ്യം മഹദി ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹക്ക് ലഭിക്കുകയും നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുൽ ലൈലിലെ ആയത്തൊന്നിങ്ങനെ ഓതി നോക്കിൻ. വമാ ഖലഖൽ ദകറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ. നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തിന്മയെ ഇഷ്ടപ്പെടുന്നവർ, നന്മയെ സ്വീകരിക്കുന്നവർ, തിന്മയെ സ്വീകരിക്കുന്നവർ, നന്മയുടെ പക്ഷത്ത് പ്രയാസം സഹിച്ചു നിൽക്കുന്നവർ, തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ. ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്. അതിലൊരു പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും. ആസിയ ബീവി റളിയല്ലാഹു അൻഹ നഷ്ടമായിട്ടുണ്ട്. ആസിയ ബീവിക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി. ആസിയ ബീവി മഹദി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം മഹദി റളിയല്ലാഹു അൻഹു നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ? ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ? ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ? നടുറോട്ടിൽ കിടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് ആസിയത്ത് റളിയല്ലാഹു അൻഹാ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം. രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം. ശുദ്ധ ഖുർആൻ
ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം, ഇറാഖിലെ മെസപ്പൊട്ടേമിയയിൽ കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാം, ദിജ്ലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ മെസപ്പൊട്ടേമിയയിൽ പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ മുസ്ലിമത്താവാതെ മരിച്ചുപോയി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നത്തെ ജോർഡാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സൊദോം ഗമൊറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാതെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഖീല ദഖുലന്നാറ മഅദ്ദാഖിലീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗഭോഗ രോഗികളായി മാറിയപ്പോ ആ തോന്നിവാസത്തിന് സർവ്വ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ പ്രളയത്തെ സ്വീകരിക്കാൻ കപ്പലുണ്ടാക്കിയ അനിസ്നുഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരോടും ഖീല പറയപ്പെട്ടു കഴിഞ്ഞു, നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ, എന്നെന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു. തൊട്ടിപ്പുറത്തെ ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. സൗജി എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല, മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട്. ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല, രണ്ടുപേരും മുസ്ലിമായിട്ടില്ല, ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. എന്തേ കാരണം എന്നറിയോ? റബ്ബി അല്ലാഹുവേ ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത്. റബ്ബി അല്ലാഹുവേ ഇബ്നിലി, എനിക്ക് വേണ്ടി നീ പണിയണേ, ഇൻദക നിന്റെ അരികത്ത്. എന്ത് വേണം? ബൈതൻ, വീട്. വീടല്ല ആദ്യം വേണ്ടത്, നിന്റെ അരികത്താണ്, നിന്റെ ഖുർബാണ്, നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത്. ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട്. ആരാണ് ഈ ഫറോവ? ഇന്നത്തെ കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ്. ആ ദുൽമ് ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കാനാണ്. ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല, സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ലോകത്തിന്റെ സത്താവ്, അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസ നബി അലൈഹിസ്സലാമിനെ നോക്കി പഠിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹാ, നിന്റെ അരികത്ത് വീട് വേണം പടച്ചവനെ. ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ ആസിയ ബീവിയും വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന്റെ മാതൃകയുണ്ട് കേട്ടോ. അവരാരാണെന്നറിയുമോ? വമർയമ ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ.
ഇമ്രാനിന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹ, മേരി എന്ന് പറയുന്ന മറിയം ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്ത മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹ. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹൂതുകയും അങ്ങനെ കൺസെപ്ഷൻ നടക്കുകയും മഹദി റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു മെയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അല്ലാഹു നൽകി അനുഗ്രഹിച്ച ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബീവി എന്തേ കാരണം എന്നറിയോ? എന്താ ഖുർആൻ പറഞ്ഞത് കാരണം? അവരാണ് ലോക മുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒറ്റക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത, ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബീവി. അഹ്സനത് ഫർജഹാ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്ന മറിയം ബീവി, ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്, ഒരന്യ പുരുഷനോട് കൊഞ്ചിക്കൊഴയാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ്. അഹ്സനത് ഫർജഹാ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്ന പെണ്ണ്, ചേഷ്ടിറ്റി ഉണ്ടായിരുന്ന പെണ്ണ്, ഹയാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബീവി. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹുവിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവ്വവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ? എന്തൊരു മനോഹരമായ ആയത്ത്. ഇന്ന സഅയകും ലശത്താ, വ്യത്യസ്തമായ കർമ്മങ്ങൾ. ഒരു ഭാഗത്ത് സൊഡോം ഗൊമൊറയിലെ ഹോമോസെക്ഷലായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ്, പെണ്ണാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണ്. അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ്, പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ്, ഇസ്ലാമിന്റെ വേഷത്തെ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ്, അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം. തൊട്ടിപ്പുറത്തോ സർവ്വസുഖങ്ങൾ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ, അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ്, തൗഹീദാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിണിയാണ് അവരും. ഒറ്റക്ക് ജൂതന്മാർ മുഴുവനും വ്യഭിചാരിണി എന്ന് പറഞ്ഞ് മറിയം ബീവിയെ അഭിസാരിക എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ജെറൂസലേമിൽ നിൽക്കാൻ സ്വൈരം കൊടുക്കാതെ മറിയം റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, ചാരിത്രമുണ്ടായിരുന്നപ്പോ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്നപ്പോ, പെണ്ണ് പെണ്ണായി അച്ചടക്കത്തോടെ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെ മറിയം ബീവിയെ പോലെ ജീവിച്ചാൽ അവർക്ക് സ്വർഗമല്ലേ? അവർ മുഅ്മിനീങ്ങളുടെ ഉദാഹരണമല്ലേ? മുഅ്മിനീങ്ങൾക്ക് മാതൃകയല്ലേ മറിയം റളിയല്ലാഹു അൻഹാ? വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ? നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ? റിമോട്ട് പിടിച്ച് ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത്, ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്, ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടു പഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ, എന്ത് മാതൃകയാണ് സഹോദരി, എന്ത് മാതൃകയാണ് ഉമ്മ, എന്ത് മാതൃകയാണ് വാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. വകാനത് മിനൽ ഖാനിതീൻ, അല്ലാഹുവിന് ഭവ്യതയോടുകൂടെ നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. അല്ലാഹുവിന് ഭവ്യതയോടുകൂടെ ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ? ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി?
നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു, വാപ്പ എന്ത് ചെയ്തു, ഇതല്ലേ മക്കൾ പഠിക്കുന്നത്. മക്കളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ? ഇപ്പോൾ ഉമ്മയെ കണ്ട കാലുണ്ടോ? ഉമ്മ കടന്നുറങ്ങുന്നുണ്ട്, ഉമ്മ നിസ്കരിച്ചിട്ടില്ല, ഉമ്മ ടിവിയുടെ മുമ്പിലുണ്ട്, ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നല്ലാതെ എന്റെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ? എന്റെ ഉമ്മ മുസല്ലപ്പായ വിരിച്ച് സുജൂദിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ വയസ്സ് 18. ആ 18കാരി എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ലോക മുസ്ലിമീങ്ങളുടെ മാതാവല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം അമ്മായിയായ ആയിഷ ബീവി നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ സ്വഹാബി പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ആയിഷ ബീവി മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്. എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയും ഫവഖാനാ അദാബസ്സമൂം നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അല്ലാഹു കാത്തില്ലയോ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതി ആയിഷ ബീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 18 വയസ്സുള്ള പെൺകുട്ടിയാണിത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ആയിഷ റളിയല്ലാഹു അൻഹയാണിത്. നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോളം നിന്നിട്ട് മഹാനായ സ്വഹാബി പറയാ, ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ആയിഷ ബീവിയോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്. അമ്മായിയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല, ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ബീവി റൂമിൽ നിസ്കരിക്കുകയാണ്. അതേ ആയത്തോതി ഇങ്ങനെ കരയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, നരകത്തിന്റെ തീയിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാണെന്ന് ഓർക്കണം. ആ കാഴ്ചകളാണ് സ്വഹാബത്തിനെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് താബിഈകളെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത്. ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മമാരെ. അതൊരു മാതൃക, ഇന്നത്തേത് വേറൊരു മാതൃക. എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം? ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന വാപ്പമാരെവിടെ? അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ? അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം. അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ തങ്ങളുടെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ കാരക്കയുടെ കുരുവിന്റെ കൊട്ടയുമായി നടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കുരു ചുമന്ന് നടന്നു വരുന്ന മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹദി ഭർത്താവിനെ സഹായിക്കുകയാണ്. ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ്. ആ പെണ്ണിങ്ങനെ നടക്കുന്ന കണ്ടപ്പോ, മഹദിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ബഹിൻ ബഹിൻ ഇഖ് ഇഖ് എന്ന് പറഞ്ഞ് ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാർ നമുക്ക് മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലോ നമുക്ക് വാപ്പക്ക് തുല്യമല്ലേ? നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ? സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ ഉമ്മു സുലൈം പറയുകയാണ്, ഫദകർതു ഗീറതക യാ അബാ ത്വൽഹ. അബൂ ത്വൽഹ, നിങ്ങൾ വല്ലാതെ ഈർഷ്യതയുള്ള ആളാണല്ലോ.
നിങ്ങളുടെ ഭാര്യയായ ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലാണിത്. എന്നിട്ട് പോലും ഞാൻ അതോർത്ത് നബിയുടെ പിന്നാലെ കയറിയില്ല എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനായ സ്വഹാബിയുടെ മറുപടി, ഉമ്മു സുലൈമേ, നിനക്ക് നബി തങ്ങളുടെ പുറകിൽ കയറലായിരുന്നു. അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനേക്കാളും ഖൈർ അള്ളാഹുവിന്റെ റസൂലിന്റെ പിറകിൽ കയറലായിരുന്നു മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്താണ് ജാള്യത, എന്താണ് ലജ്ജ, എന്താണ് ചൈസ്റ്റിറ്റി, എന്താണ് ചാരിത്രശുദ്ധി, എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം? എന്താണ്? ആഭരണമാണോ? അല്ല. 4 വാക്ക് സംസാരിക്കാൻ കഴിയലാണോ? അല്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ്? അവളുടെ ലജ്ജയാണ്, നാണമാണ്. നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ്. ജാള്യതയില്ലാതെ, ലവലേശം സങ്കോചമില്ലാതെ അന്യാളുകളോട് അങ്ങാടിയിലൂടെ വെറുമൊരു പർദ്ദ ധരിച്ച് നടന്നാൽ പിന്നെ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കാമെന്നും കയ്യും മുഖവും ഔറത്തല്ലെന്നും പറഞ്ഞ് നടക്കുന്ന സഹോദരിമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ തന്ന മാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നത്? ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെ പോലെ ആവണമെന്ന് തോന്നുന്ന പെങ്ങളുണ്ടോ ഇവിടെ? മകളുണ്ടോ ഇവിടെ? എന്റെ ഉമ്മയെ പോലെ എനിക്കാവണം, എന്റെ ജ്യേഷ്ഠത്തിയെ പോലെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് അനിയത്തിക്ക് തോന്നുന്നുണ്ടോ? എന്റെ അനിയത്തിയെ കണ്ടിട്ടെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ജ്യേഷ്ഠത്തിക്ക് തോന്നാൻ അനിയത്തി മാതൃകയാണോ? അനിയത്തിക്ക് ജ്യേഷ്ഠത്തി മാതൃകയായിട്ടുണ്ടോ? മക്കൾക്ക് ഉമ്മ മാതൃകയാണോ? ഉമ്മാക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടോ? മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ? ഇന്ന സഅയകും ലശത്താ. എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് സമൂഹത്തിന്റെ ഒഴുക്ക്. ഇന്ന സഅയകും ലശത്താ. അവിടെ ഏറ്റവും വലിയ ലജ്ജയുടെ, നാണത്തിന്റെ, ഹയാഇന്റെ, ചൈസ്റ്റിറ്റിയുടെ മാതൃക ഇവിടെ. നാണമില്ലാത്ത സിംഫാനി മിൻ ഉമ്മതി ലം അറഹുമാ. 2 വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ. ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. 2 പേരും നരകത്തിലാണ്. ഞാൻ കാണാത്ത 2 വിഭാഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ. പശുവിന്റെ വാലുപോലെ ചാട്ടവാറുകൊണ്ട് ജനങ്ങളെ അടിക്കാൻ വരുന്ന നിയമപാലകന്മാർ, പ്രഹരിക്കുന്ന പോലീസുകാർ, അടിക്കുന്ന പോലീസുകാർ, മനുഷ്യന്മാരടിക്കുന്നവർ, മനുഷ്യന്മാരെ ശാരീരിക വേദനിപ്പിക്കുന്നവർ, അങ്ങനെ ചാട്ടവാറുകൊണ്ട് മനുഷ്യന്മാരെ അടിക്കുന്ന ഒരു വിഭാഗം ഇനി വരാനുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഒരു കൂട്ടരുമുണ്ട്. വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത്ത്. വസ്ത്രം ധരിച്ചു എന്ന് പറയാം, പക്ഷേ ആരിയാതുൻ അവർക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. ശരീരം മുഴുവനും കാണിച്ചു നടക്കുന്നതിന് തുല്യമാണ്. ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ച്, ട്രാൻസ്പാരന്റ് ആയ വസ്ത്രം ധരിച്ച്, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ലമ്മറഹുമാ. ഞാൻ അവരെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബികൾ അവരെ കണ്ടിട്ടില്ല. കാസിയാത്തുൻ അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷേ ആരിയാത്തുൻ വസ്ത്രമില്ലാത്തവരാണ്. മായിലാത്ത് പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ്. മുമീലാത്തുൻ പുരുഷന്മാർ തങ്ങളിൽ ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, നടക്കുന്ന നടത്തവും പെരുമാറ്റവുമുള്ളവർ. لا يدخلن الجنة رؤوسهن كأسنمة البخت المائلة. ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലമുടി കെട്ടിവെച്ച് മേലോട്ട് ഉയർത്തിവെച്ച് കെട്ടായി വെക്കുകയും, അങ്ങനെ ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ പെണ്ണുങ്ങളുടെ തലമുടിയുടെ കെട്ട് മേലെ കെട്ടിവെച്ച കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലുമായി വരുന്ന കാലം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ വരാൻ പോകുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷമായി, അവരുടെ സംസ്കാരമായി, അവരുടെ മുടിയുടെ സംസ്കാരമായി മാറി തുടങ്ങിയിട്ടില്ലേ? അറബ് രാജ്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അറബ് പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ മുടി ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ മേലെ നിൽക്കുന്ന പോലെ മുടിക്കെട്ട് മേലോട്ട്.
പർദ്ദ ധരിച്ചിട്ടുണ്ട്, മുടി കാണുന്നില്ല. പക്ഷേ ആ മുടിയുടെ സ്റ്റൈൽ എങ്ങനെ? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മേലോട്ട് കെട്ടിവെക്കുകയും ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ മുടിയുടെ കെട്ടിങ്ങനെ മേലെങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങൾ അവർ പുരുഷന്മാരെ കുഴക്കാനും പുരുഷന്മാരെ വശീകരിക്കാനും ഇറങ്ങിത്തിരിച്ചവരാണ്. അവരുടെ ഫോൺ കോളുകളുടെ ലക്ഷ്യമതാണ്, അവരുടെ വിളികളുടെ ലക്ഷ്യമതാണ്, അവരുടെ നടത്തത്തിന്റെ ലക്ഷ്യമതാണ്, അവരുടെ വേഷത്തിന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലിന്റെ ലക്ഷ്യവും അതാണ്. ആരെങ്കിലും എന്നെ നോക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ ലോകത്തിന് സത്യം പഠിപ്പിച്ച ഗുരു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവർക്ക് സ്വർഗമില്ല കേട്ടോ. സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഈ കൂട്ടർക്ക് ലഭ്യമല്ല. എത്രയോ ആയിരക്കണക്കിന് മൈലുകളിലേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അതിന്റെ സൗരഭ്യം അടിച്ചു വീശും. അതൊന്നും ഈ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ലഭ്യവുമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് വായിക്കണം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മരിക്കാൻ കിടക്കുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ ശരീരം നിങ്ങൾ മറവു ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഒരു പലകയിൽ എന്നെ കൊണ്ടുപോയാൽ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ, എന്റെ ശരീരം നിങ്ങൾ വസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ നീളവും അതിന്റെ വണ്ണവും ഞാനൊരു പെണ്ണാണല്ലോ എന്നും വഴിയിലൂടെ നടക്കുന്ന ആണുങ്ങൾ കണ്ടുപോകില്ലേ? അതുകൊണ്ട് എനിക്ക് മരണം ഇഷ്ടമാകുന്നില്ല. എന്റെ ഉപ്പയെ കാണാൻ എനിക്ക് കൊതിയുണ്ട് താനും. പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ പരന്ന ഒരു പലകയല്ലേ, ആ പലകയിൽ എന്നെ കിടത്തിയാൽ എന്റെ ശരീരം പുരുഷന്മാർ കാണില്ലേ എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്ത ഹദീസ് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. മഹദി പറഞ്ഞു ഒരു വാക്ക്, അല്ല ഫാത്തിമ ബീവി, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എത്യോപ്യക്കാരായ ആളുകൾക്ക് മയ്യത്ത് കട്ടിലുകളുണ്ട്, സൈഡിൽ പലകകളുള്ള വീഴാത്ത രീതിയിൽ പെട്ടിയായി കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഞാൻ എത്യോപ്യക്കാർക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ പോരെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മഹദി അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മരിക്കാൻ കിടക്കുന്ന 20 ചില്ലാനും പ്രായമേ ആയിട്ടുള്ള ഫാത്തിമ ബീവിക്ക് ആ മഹദിയാണ് പറഞ്ഞത്, അസ്മാ, ആ കട്ടിലൊന്ന് എനിക്ക് കാണിച്ചു തരിൻ. ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിൽ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിൽ, മയ്യത്തിനെ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ അതായിരുന്നില്ല നബിതങ്ങളുടെ കാലത്ത്. ഒരു പലക മാത്രമാണ്. ഇന്നത്തെ മയ്യത്ത് കട്ടിൽ പോലത്തെ സൈഡുകളിൽ തടയുള്ള മയ്യത്ത് കട്ടിൽ. ആദ്യമായി ആ കട്ടിലിൽ ഖബറിലേക്ക് യാത്ര പോയത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അവരാണ് തുടക്കം കുറിച്ചത്. എന്തിനെന്നറിയോ? എന്റെ ശരീരം മയ്യത്തായ എന്റെ ശരീരം കഫംപുട കൊണ്ട് പുതച്ചാൽ പോലും ആണുങ്ങൾ എന്നെ കാണില്ലേ, എന്റെ നീളം കാണില്ലേ, എന്റെ ശരീരത്തിന്റെ വണ്ണം അവർ കാണില്ലേ. ഇത് മോശമാണ്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അൽആന ത്വാബ ഖൽബി, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വലം തുറ, അവരെ കാണപ്പെട്ടിട്ടില്ല, ളാഹികതൻ ബഅദ വഫാതി അബീഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ 6 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും പുഞ്ചിരിക്കാത്ത ഫാത്തിമ ബീവി മയ്യത്ത് കട്ടിലിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, വെറും ഒരു പലകയിൽ കിടത്തിയിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിച്ചു എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇന്ന സഅയകും ലശത്താ, എന്തൊരു വ്യത്യാസം. ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ പെങ്ങള്, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ ഉമ്മമാർ, ഇവിടെ ഫാത്തിമ ബീവി, ഇവിടെ നമ്മുടെ യുവജനങ്ങൾ, ഇവിടെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും. അസ്തിത്വം, ഇസ്ലാമിന്റെ തഖ്വയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിലേക്കുള്ള വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, വനഫ്സിൻ വമാ സവ്വാഹാ,
ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നന്മയേതാണ് തിന്മയേതാണെന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്, ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്, തദ്കീറുകളും തംബീഹുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്? ഇത്രയേ വിഷയം. ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ? രണ്ടും നിന്റെ മുമ്പിലുണ്ട്, രണ്ടും മുമ്പിലുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ശരീരത്തെ നശിപ്പിക്കലിൻ. ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ സ്വതക്ക ചെയ്യാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അല്ലാഹുവിന് വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ ഖുർആൻ ഓതാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ, ഈ ശരീരമുണ്ടെങ്കിലല്ലേ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതുകൊണ്ട് നഫ്സിനെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ തസ്കിയത്ത് ചെയ്തെടുക്കിൻ, പരിപോഷിപ്പിച്ചെടുക്കിൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിൻ. എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എനിക്ക് മതി, ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നരകത്തിലേക്ക് മനുഷ്യൻ ആപ്പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവനെ രക്ഷപ്പെടുത്താൻ വരും? ആരവനെ രക്ഷപ്പെടുത്താൻ വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. സമ്പാദ്യം ജീവിക്കുന്നത് അതിനെന്ന പോലെ, ആകെ ജീവിക്കുന്നത് കച്ചവടത്തിന്, ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ, ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ. ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം? വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. സ്വർണത്തിന്റെ ഒരു മോതിരം സ്വഹാബിന്റെ കയ്യിൽ കണ്ടപ്പോഴാണ് ആ മോതിരം വലിച്ചൂര്. സ്വർണം പുരുഷന് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ നരകത്തിന്റെ തീക്കനൽ നീ കയ്യിൽ വെക്കുകയാണോ, നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട്, സ്വർണം ധരിച്ച പുരുഷനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചൂരി എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു, സ്വർണമല്ലേ അത് നിങ്ങൾക്ക് എടുത്തുകൂടെ? എനിക്കത് വേണ്ട. അള്ളാഹുവിന്റെ റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സ്വഹാബി. പക്ഷേ നമുക്കോ പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ എവിടെന്നോ